നമസ്കാരം. 4 മണി ചർച്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ജെന്നിസെഡ് ജെൻ ആൽഫ തലമുറകളെ അതീവ ഗുരുതരമായി കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു വൈറസിനെ പറ്റിയാണ് ഇന്ന് 4 മണി ചർച്ച ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, ഈ കെ ഡ്രാമ, കെ സിനിമ, കെ പാട്ട്, കെ ഗെയിംസ് എന്നൊക്കെ പറയുന്ന ഈ കൊറിയ അല്ലെങ്കിൽ കൊറിയയോടുള്ള അത്തരം സംവിധാനങ്ങളോടുള്ള ഒരു ഭ്രാന്തമായിട്ടുള്ള ഒരു അഭിനിവേശം. പലപ്പോഴും നമുക്കറിയാം, ആരാധന അല്ലെങ്കിൽ ഈ സിനിമാ നടന്മാരോട്, അത്തരത്തിലുള്ള വ്യക്തികളോട് ആരാധന തോന്നുക സ്വാഭാവികമാണ്. പക്ഷേ ഇന്നത്തെ തലമുറയെ ബാധിച്ചിരിക്കുന്ന അതീവ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ആരാധന ഭ്രാന്തമായിട്ടുള്ള ഒരു അടിമത്തമായിട്ട് മാറുന്നു. അതിന്റെ തൽഫലമായി സ്വന്തം പേരുകൾ കൊറിയൻ നാമങ്ങളാക്കി മാറ്റുന്നു, അവരെ അനുകരിക്കുന്നു, എന്തിന് ഏറെ പറയുന്നു, സ്വന്തം ഭക്ഷണ രീതി പോലും അത്തരത്തിലുള്ളതാക്കി തീർക്കുന്ന നിരവധി കൗമാരക്കാർ നമ്മുടെ ചുറ്റിലുമുണ്ട്. ഈ BTS ആർമി പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഈ കഴിഞ്ഞ ദിവസം തന്നെയാണ് ഈ അന്ധമായിട്ടുള്ള കൊറിയൻ പ്രേമം മൂലം 2 ദാരുണമായിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്നത്. ഒന്ന്, ചോറ്റാനിക്കരയിൽ ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യ. 2, ഗാസിയാബാദിൽ 3 സഹോദരിമാരായിട്ടുള്ള പെൺകുട്ടികൾ 9ാം നിലയിൽ നിന്നുള്ള അപ്പാർട്ട്മെന്റിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്നു. അതിന്റെ പിന്നിലൊക്കെ ഈ കൊറിയൻ പ്രേമം അല്ലെങ്കിൽ കൊറിയൻ ഗെയിംസ് ഒക്കെയാണ് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. എങ്ങനെയാണ് ഇത്തരത്തിൽ ഭ്രാന്തമായിട്ടുള്ള ഒരു അടിമത്തത്തിലേക്ക്, അധിനിവേശത്തിലേക്ക് ഒരു നമ്മുടെ തലമുറ ഈ കൊറിയയായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ വഴുതി വീണുകൊണ്ടിരിക്കുന്നത്? ഈ വിഷയങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇനി ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു സാമൂഹ്യ നിരീക്ഷകനും ഒപ്പം തന്നെ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് കൂടിയായിട്ടുള്ള ഫാദർ ജോസഫ് വെട്ടുകുഴിശാലിൽ, ഒപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകനും സൺഡേ സ്കൂൾ അധ്യാപകനായിട്ടുള്ള ശ്രീ ബോബി തോമസ്. രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ ജോസഫ് വെട്ടുകുഴിശാലിൽ, നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് ഈ ടീനേജേഴ്സിന്റെ ഇടയിൽ ഈ കൊറിയൻ പ്രേമം. ഈ കൊറിയൻ സിനിമ അല്ലെങ്കിൽ കൊറിയൻ പാട്ട്, കൊറിയൻ ഗെയിംസ് ഒക്കെ അറിയില്ലാത്ത കുട്ടികൾ കൂട്ടുകാരുടെ ഇടയിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ. സ്വന്തം നാടിനേക്കാൾ ഉപരി ഈ കൊറിയയെ സ്നേഹിക്കുന്നു. ഗാസിയാബാദിൽ ആത്മഹത്യ ചെയ്ത പെൺകുട്ടികളുടെ ഫാദർ പറയുന്ന ഒരു കാര്യമുണ്ട്, സ്വന്തം നാടിനെ നരകമായി കാണുന്നു, കൊറിയ എന്തോ വലിയ സ്വർഗരാജ്യമായിട്ട് കാണുന്ന ഒരു അവസ്ഥ. എങ്ങനെയാണ് ഈ ആരാധന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒരു ഭ്രാന്തമായിട്ടുള്ള ഒരു അടിമത്തത്തിലേക്ക് വഴുതി മാറിക്കൊണ്ടിരിക്കുന്നത്? ഫാദർ ജോസഫ്. തീർച്ചയായിട്ടും ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഈ 2 ആത്മഹത്യകൾ മാത്രമല്ല, ഇന്നത്തെ ഒരു ന്യൂസ്, ഇപ്പൊ കുറച്ചു മുമ്പ് ഒരു ന്യൂസ് കണ്ടു ഞാൻ. അതിൻ്റെ അകത്ത് ഏരൂരില് 16 വയസ്സുള്ള ഒരു കൊച്ച് അമ്മ ഫോൺ പിടിച്ചു മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ സൂയിസൈഡ് ചെയ്ത ഒരു വാർത്തയാണ് ഇപ്പൊ കുറച്ചു മുമ്പേ ഞാൻ കണ്ടത്. അതിങ്ങനെ നമ്മളിപ്പോൾ നോക്കുമ്പോൾ പല കേസുകൾ ഇങ്ങനെ കാണാൻ സാധിക്കും. ഇപ്പൊ ഇവിടെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇതിന് മെയിൻ കാരണം ഫോൺ അഡിക്ഷൻ തന്നെയാണ്. ഈ ഇപ്പൊ ഗെയിമിംഗ് അഡിക്ഷൻ, ഇപ്പൊ ഗെയിം മാത്രമല്ല, പല രീതിയിലും. ഇപ്പൊ ഗെയിം ഒരു പാർട്ട് മാത്രമാണ്, പക്ഷെ ചിലർ ഇൻസ്റ്റാഗ്രാം ആയിരിക്കും, വാട്സപ്പ് ആയിരിക്കാം. ഇതിനൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ് ഈ പിള്ളേർക്ക്. കാരണം ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ, സ്കൂളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ പിള്ളേര് ആദ്യം ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു 3ലും 4ലൊക്കെ പഠിക്കുന്ന പിള്ളേര് അവരാദ്യം ചോദിക്കുന്നത്, അച്ഛൻ ഫ്രീ ഫയർ ആണോ അത് പബ്ജി ആണോ? നമ്മൾ പണ്ട് മോഹൻലാലിനെ ആണോ മമ്മൂട്ടിനെ ആണോ ഇഷ്ടം എന്നൊക്കെ ചോദിക്കുന്ന പോലെ പിള്ളേർ ഇപ്പൊ ചോദിക്കുന്നത് ഫ്രീ ഫയർ ആണോ പബ്ജി ആണോ? എനിക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല. അത് ഞാൻ മനസ്സിലായത് ഗെയിമിന്റെ ഒരു സെറ്റപ്പ് ഒക്കെയാണ്. അപ്പൊ അങ്ങനെ അഡിക്റ്റഡ് ആണ് പിള്ളേര്. ഇതിന്റെ ഈ ഒരു യൂണിവേഴ്സിലാണ് അവർ താമസിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ ഈ കുട്ടികൾ അതിന് അഡിക്റ്റ് ആയി. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ, കാരണം ഈ ഗെയിമിലൂടെ അവർക്ക് എന്താണ് കിട്ടുന്നത്? പ്രത്യേകിച്ച് കുട്ടികൾ, നമുക്കറിയാം, ഈ കുഞ്ഞു കുട്ടികൾ കരയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഫോൺ എടുത്ത് കൊടുക്കും. അപ്പൊ അങ്ങനെ കൊടുത്ത് ഇവര് ഗെയിം കളിച്ച് അതിലൂടെ പെട്ടെന്ന് ഈ ഗെയിമിന്റെ കുറെ സ്കോറുകൾ കിട്ടും, അല്ലെങ്കിൽ കുറെ പോയിന്റ്സുകൾ കിട്ടും. ഞാൻ ഓർക്കുവാണ്, കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ ഇവിടെ ഒരു ബൈക്ക്, ഒരു വില കൂടിയ ബൈക്ക് വെച്ചിരിക്കാണ്ട് +2 പഠിക്കുന്ന ഒരു പയ്യൻ വന്നേക്കുവാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അവൻ പറഞ്ഞു, ഞാൻ സ്വന്തമായിട്ട് മേടിച്ചാ, ഈ +2 പഠിക്കുന്നവൻ എങ്ങനെയാ സ്വന്തമായിട്ട് അധ്വാനിച്ച് എങ്ങനെ ഒരു ബൈക്ക് മേടിച്ചു? ചോദിച്ചപ്പോൾ അവൻ പറയാണ്, ഞാൻ ഗെയിം കളിച്ച് എനിക്ക് കിട്ടിയ പൈസയാണ്. അങ്ങനെ വർഷങ്ങളായിട്ട് അവൻ ഗെയിം കളിച്ച്, ഈ ഗെയിം കളിക്കുമ്പോൾ കുറെ ലെവലിൽ എത്തുമ്പോൾ, ഒരു ലെവൽ കഴിയുമ്പോൾ പിന്നെ പൈസ കിട്ടും, പിന്നെ കുറെ പോയിന്റുകൾ കിട്ടും. അപ്പൊ ഇങ്ങനെ പിള്ളേർ ഇതിൽ അട്രാക്റ്റഡ് ആയിട്ട് അവര് പെട്ടെന്ന് ഓരോന്ന് കിട്ടുന്നു, അത് അവർ. പിന്നെ ഈ ഗെയിമിന്റെ പ്രത്യേകത തന്നെയാണ്, പിന്നെ അത് സ്റ്റോപ്പ് ചെയ്താലും പിന്നീടും കളിക്കാൻ ആഗ്രഹം തോന്നുന്നു. അപ്പൊ അങ്ങനെ ഒരു ഇതിലേക്ക് അവരെ വലിച്ച് ഇടുന്ന ഒരു രീതിയിൽ, ഇപ്പം പൈസയായിട്ടായിരിക്കാം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, സുഹൃത്തുക്കളായിട്ട്. അപ്പൊ അങ്ങനെ ഒരു ലെവലിലേക്ക് മാറിയിരിക്കുകയാണ്. ഇതുവഴിയായിട്ട് എന്തെല്ലാം കുട്ടികളുടെ ബിഹേവിയർ പാറ്റേണിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇതൊരു ഡിസോർഡർ ആയിട്ട് നമുക്കറിയാം. പല കേസുകൾ എനിക്കറിയാം. നമ്മൾ പേരൻസ് കൊണ്ടുവരും, അവരിങ്ങനെ നിൽക്കുവാണ്, സ്റ്റക്കായിട്ട് നിൽക്കുവാണ്, അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇപ്പൊ നമ്മുടെ ഈ കഴിഞ്ഞ കേസുകളിൽ, ഇപ്പൊ ഈ ഗാസിയാബാദിൽ നടന്ന സംഭവത്തിൽ പറയാം, ആ കുട്ടി ഭിത്തിയിൽ എഴുതി വെച്ചിരിക്കുന്നത് ഐ ആം വെരി വെരി എലോൺ. ഭിത്തിയിൽ എഴുതി. ഇപ്പൊ മിക്ക കേസുകളിലും ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒറ്റപ്പെട്ട് ഈ ആത്മഹത്യയിലേക്ക് ഇത് വഴിതെളിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടികളെ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോവാണ്, തനിച്ചാണെന്ന ചിന്ത.
അപ്പോൾ ഇങ്ങനെ ആ ഒരു ലോൺലിനെസ്സിലേക്ക് ഇതിങ്ങനെ പോവുകയാണ്, ഒറ്റപ്പെടലിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ് ഇതിന്റെ അകത്തെ ഒരു മെയിൻ പ്രശ്നം. തീർച്ചയായിട്ടും ഈ ഗുരുതരമായ ഒരു പ്രശ്നത്തെ നമ്മൾ ഇത് പ്രത്യേകിച്ച് ഈ പേരന്റ് ഈ കൊറോണയ്ക്ക് ശേഷമാണ്, നമുക്കറിയാലോ കൊറോണയ്ക്ക് ശേഷമാണ് ഈ മൊബൈൽ എല്ലാവർക്കും വരികയും ഈ കൂടുതലായിട്ട് പിള്ളേർക്ക്, ഇപ്പൊ എനിക്ക് രണ്ട് അനിയത്തിമാരാണ്, എനിക്കറിയാം വീട്ടിൽ ചെന്ന് കഴിഞ്ഞുള്ള അവസ്ഥ. അവര് എല്ലാവരും മൊബൈൽ, പേരൻസിന്റെ കണ്ണ് തെറ്റിയാൽ അപ്പൊ പോയി മൊബൈൽ എടുക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന്റെ അകത്തുണ്ട്. തീർച്ചയായിട്ടും ഗൗരവമായിട്ട് കാണേണ്ട ഒരു സംഗതി തന്നെയാണ്. ഒരു കാര്യം കൂടി വെച്ചാൽ നമുക്കറിയാം, ഇതിനകത്ത് പലപ്പോഴും സംഭവിക്കുന്നത് ഇതൊരു എന്താ ഒരു എക്സെൻട്രിക് ലെവലിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇപ്പോൾ ഈ നേരത്തെ ഗാസിയാബാദിലെ സംഭവം തന്നെ നമുക്കറിയാം. ഈ പറയുന്ന ഗെയിമുകളുമായിട്ട് ബന്ധപ്പെട്ട് മാതാപിതാക്കൾ ചില നിബന്ധനകൾ അല്ലെങ്കിൽ ചില നോ പറഞ്ഞതിന്റെ പേരിലാണ് ഇവർ ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ സ്വന്തം ജീവൻ എടുക്കാൻ പോകുന്ന രീതിയിൽ അത്തരത്തിൽ ഇവരെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ് ഇതിൻ്റെ അകത്ത്? അതായത് ഒരു ഭ്രാന്തമായിട്ടുള്ള ഒരു അട്രാക്ഷൻ ഫാക്ടർ എന്തുകൊണ്ട്? നമ്മളിപ്പോൾ മൊബൈലിന്റെ കാര്യം പറഞ്ഞു, പക്ഷെ എന്തുകൊണ്ട് ഈ കൊറിയൻ സെഗ്മെന്റിനോട് ഒരു ഭ്രാന്തമായിട്ടുള്ള അട്രാക്ഷൻ ഈ കുട്ടികളുടെ ഇടയിൽ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു? ഇത് നമുക്കറിയാം, പിള്ളേര് അവർക്ക് അവരുടെ ലോകം എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയ ഈ മൊബൈലിലൂടെ കാണുന്നതൊക്കെയാണ്. പ്രത്യേകിച്ച് ഈ അവരുടെ സൂപ്പർ സ്റ്റാർ ആയിട്ട് മാറുന്നത് ഈ മൊബൈലിൽ കാണുന്ന വ്യക്തികളും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ ഈ പല ന്യൂസുകളും നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കാണുന്ന 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഈ കഴിഞ്ഞ കേസിലെ ചോറ്റാനിക്കയുടെ കേസ് തന്നെയാണെങ്കിലും അവര് ചാറ്റ് ചെയ്യുന്നത് ഒരു കൊറിയൻ ഫ്രണ്ടിനോടാണ്. ഈ ചാറ്റ് ചെയ്യുന്ന ആ ഫ്രണ്ട് വഴി ആ ഫ്രണ്ടിന്റെ മരണത്തിലുണ്ടായ ദുഃഖം ആ കൊച്ച് ആത്മഹത്യാ കുറിപ്പിൽ കൃത്യമായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിരുന്നു. ഈ ഫ്രണ്ട് മരിച്ചപ്പോൾ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, പ്രിയപ്പെട്ട പേരൻസ് നിങ്ങളോട് ക്ഷമിക്കണം, നിങ്ങൾ എനിക്ക് വിലപ്പെട്ടവരാണ്, പക്ഷെ എന്റെ ഈ ഫ്രണ്ടിന്റെ വേർപാട് എന്നെ തകർത്ത് കളയുന്നു എന്ന് പറഞ്ഞാണ് ആ കൊച്ച് ആത്മഹത്യ ചെയ്ത് പറഞ്ഞത്. പല കേസുകളിലും ഈ 5ലും 4ലും 3ലും പഠിക്കുന്ന കുട്ടികൾ അവര് ഇൻസ്റ്റാഗ്രാം വഴി ആയിരിക്കാം കൂടുതലായിട്ടുമല്ലോ. അപ്പൊ ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള ഈ ചാറ്റിങ്ങും അവരുമായിട്ടുള്ള സൗഹൃദം അത് അവരുടെ പ്രത്യേകിച്ച് ഈ ഫിലിം സ്റ്റാറുകൾ അങ്ങനെയുള്ള ഈ സെലിബ്രിറ്റികൾ അത് വളരെ അധികമായിട്ട് കുട്ടികളെ അട്രാക്ട് ചെയ്യുന്നു, അവരെ സ്വാധീനിക്കുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം പണ്ടൊക്കെ നമ്മൾ സിനിമ നടന്മാരൊക്കെ വരുമ്പോൾ ഒത്തിരി പേര് കാണാൻ വരും ഈ ഉദ്ഘാടനം. പക്ഷെ ഇന്ന് അതിനേക്കാൾ ഇപ്പൊ തൊപ്പി എന്നൊരു ക്യാരക്ടർ വന്നു. നമുക്കറിയാം ഇപ്പൊ പല ഈ ഇൻഫ്ലുവൻസേഴ്സ്, ഈ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് വരുമ്പോഴേക്കും റോഡ് ബ്ലോക്ക് ആവുന്നു, ഭയങ്കര ഒരു ട്രാഫിക്കാണ് വരുന്നത്. അപ്പൊ അത്തരത്തില് ഈ ആളുകള് ഈ കുട്ടികളെ പ്രത്യേകിച്ച് അട്രാക്ട് ചെയ്യുന്നു, അവരെ അതിന്റെ ഒരു ഫാനായിട്ട് മാറുകയാണ്. അപ്പൊ അങ്ങനെ അവരുടെ ഈ പറഞ്ഞ പല കേസുകളിലും അവര് പറയുന്നത് മൊത്തം സത്യമാണെന്ന് അങ്ങ് വിശ്വസിക്കുന്നു. അതാണ് ലോകം. ഇപ്പൊ ഈ ഗാസിയാബാദിലെ സംഭവത്തിൽ തന്നെയാണ് ആ ആത്മഹത്യ 9 പേരുള്ള ആത്മഹത്യ കുറിപ്പിൽ തന്നെ പലതവണ കുട്ടികൾ എടുത്തെടുത്ത് പറയുന്നത് കൊറിയ ഈസ് മൈ ലൈഫ്, അല്ലെങ്കിൽ കൊറിയ ആണ് എന്റെ ജീവിതം, എന്റെ എല്ലാം കൊറിയ. അപ്പൊ അത്രമാത്രം അട്രാക്റ്റഡ് ആയി എന്നുള്ളതാണ്. അത്രമാത്രം ഈ സോഷ്യൽ മീഡിയ വഴി കാണുന്നതെല്ലാം പിള്ളേരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ അകത്തൊരു പ്രധാന കാരണം. ഞാൻ ശ്രീ ബോബി തോമസിലേക്ക് വരുന്നു. നമുക്കറിയാം ഈ ഒരു വിഷയത്തിൽ അച്ഛൻ പറഞ്ഞതുപോലെ വളരെ ഭീകരമായിട്ടുള്ള ഒരു അഡിക്ഷൻ ഫാക്ടറിൻ്റെ അകത്ത് ഉണ്ട്. നമുക്കറിയാം, നമ്മൾ ഈ ചെറുപ്പകാലഘട്ടത്തിലൊക്കെ നമുക്കറിയാം നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ അല്ലെങ്കിൽ സ്കൂളുകളുടെ ഇടയിൽ പല ഫാൻസ് അസോസിയേഷൻ ഉണ്ട്, ഈ മമ്മൂട്ടി ഫാൻസ്, മോഹൻലാൽ ഫാൻസ്. പക്ഷേ അതിനൊക്കെ ഒരു പരിമിതിയുണ്ട്, ഒരു പരിധി ഉണ്ടായിരുന്നു, എപ്പോഴും ഒരു പരിധി വെച്ചിട്ടിരുന്നു. ചില നായകന്മാർ ധരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ ഇടാറുണ്ട്, പക്ഷെ അതൊക്കെ ഒരു സീസണൽ ആയിരുന്നു. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് ജീവിതത്തിലേക്ക് ഈ കൊറിയൻ സംസ്കാരം എങ്ങനെ സ്വാംശീകരിക്കുന്നു, അവരുടെ ഭക്ഷണ രീതി, അവരുടെ ഹെയർ സ്റ്റൈൽ, അവരുടെ സംസാരിക്കും മലയാളത്തെക്കാൾ ഭംഗിയായിട്ട് കൊറിയൻ ഭാഷ സംസാരിക്കുന്ന കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നമുക്ക് പോലും അവരുടെ ഭാഷ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഈ പാരലൽ യൂണിവേഴ്സിൽ ജീവിക്കുന്ന ഒരു തലമുറ ഇങ്ങനെ വളർന്നു വരുന്നത്, സ്വന്തം നാടിനെ ഒരു നരകമായി കണ്ട് മറ്റൊരു നാടിനെ ഒരു സ്വർഗരാജ്യമായി കണ്ട് ഇങ്ങനെ പാരലൽ യൂണിവേഴ്സിൽ ജീവിക്കുന്ന ഒരു തലമുറ വളർന്നു വരുന്നത്, അത് വളരെ അപകടകരമായിട്ടുള്ളൊരു കാര്യം തന്നെയല്ലേ ശ്രീ ബോബി തോമസ്? തീർച്ചയായിട്ടും ജോർജി. പക്ഷേ നമ്മൾ കാണാതിരിക്കുന്ന ഒരു കാര്യം, ഈ എന്തുകൊണ്ട് ഈ കുട്ടികൾ ഇപ്പോൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് കൊറിയൻ കൾച്ചർ, കൊറിയൻ ഗെയിംസ് അല്ല ഗെയിം അഡിക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് അതിന്റെ ഉത്തരം ഒത്തിരി ലളിതമായി പോകുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്കറിയാം കുറെ കാലമായിട്ട് കൗമാര ആത്മഹത്യകൾ കേരളത്തിലും ഇന്ത്യയിലും വലിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമുക്ക് ഈ വിഷയത്തെ അക്കാഡമിക് ആയിട്ട് ഒന്ന് സമീപിക്കേണ്ടതായിട്ടുണ്ട്. കോവിഡിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 2019, 2020 കാലഘട്ടങ്ങളാണ്. അതിന് മുമ്പേയും 2017 മുതലുള്ള ഇന്ത്യയിലെ കൗമാര ആത്മഹത്യകളുടെ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ പ്രതിവർഷം 10,000-ഓളം കുട്ടികൾ, 9,000, 10,000 ആ റേഞ്ചിൽ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2020, 2021 ആ കോവിഡ് കാലം എത്തിയപ്പോൾ അത് 40% കൂടി. അത് 15,000-ഉം 16,000-ഉം ഒക്കെ വരികയാണ്. 2025-ലെ 26-ലെയും കണക്കുകൾ നമുക്ക് ലഭ്യമല്ല. ഈ രീതിയിൽ ഒരു പാറ്റേൺ നമ്മൾക്ക് ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത് കൊറിയന്റെ കേസിൽ പറയുവാണെങ്കിൽ 2013-ലാണെന്ന് തോന്നുന്നു ഓപ്പൺ കർണം സ്റ്റാർ എന്നുള്ള രീതിയിൽ
ഒരു കൊറിയൻ പാട്ട് വളരെ ഹിറ്റാവുകയും കുട്ടികൾ മാത്രമല്ല നമ്മൾ മുതിർന്നവർ പോലും അത് ആസ്വദിച്ച് അതിന് ഒരു പ്രത്യേക വശ്യതയൊക്കെ ഉണ്ട്, അത് ആസ്വദിച്ചു കൊണ്ടിരുന്നു. പിന്നീട് ഈ കൊറിയൻ സിനിമ കാണുക, കൊറിയൻ പാട്ട് കേൾക്കുക, വെബ് സീരീസ് കാണുക, ഇതൊക്കെ കുട്ടികളുടെ ഇടയിലും മുതിർന്നവരുടെ ഇടയിലും ഇതെല്ലാം വളരെ കോമൺ ആയിട്ടുണ്ട്. ഈ കൊറിയൻ ഗെയിം എന്ന് ഇവിടെ പരാമർശിക്കുന്ന ഈ കാര്യങ്ങൾ ഈ ബ്ലൂ വെയിൽ പോലെ അപകടകരമായിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പം ഗാസിയാബാദിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഗെയിമിന്റെ ലെവൽ വിന്നിന്റെ ബേസിലാണ് ഈ ആത്മഹത്യകൾ നടന്നതെന്ന് നമുക്ക് ഒരു തെളിവും ഇതുവരെ കിട്ടിയിട്ടില്ല. അതേ സമയത്ത് അതായത് ഇത് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിസ്റ്റം ഫെയിലുവർ എന്ന് തന്നെ ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഒരു ആത്മഹത്യയാണെങ്കിൽ നമുക്ക് സഹതപിക്കാം, നമുക്കത് ചർച്ച ചെയ്യാം. പക്ഷെ ഇത് പാറ്റേൺ ആയിട്ട് ഈ കൗമാരക്കാരെ നമുക്ക് കൂട്ടത്തോടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിന്റെ കാരണങ്ങൾ അന്വേഷിക്കണം. ഇവിടെ നമുക്ക് നമ്മുടെ മുന്നിലുള്ളത് 2 കേസ് സ്റ്റഡികളാണ്. ഞാൻ അതിനെ രണ്ട് കേസ് സ്റ്റഡികളായിട്ടാണ് കാണുന്നത്. ഒന്ന് ഗാസിയാബാദിലെ സംഭവം. ഗാസിയാബാദിലെ സംഭവം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ നമുക്ക് ആ കുട്ടികളുടെ പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ ആ കുട്ടികളുടെ ഒരു 9ാം നിലയിലെ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആ കുട്ടികൾക്ക് ഒരപ്പനും 3 അമ്മമാരുമാണുള്ളത്. 3 അമ്മമാരെന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ 3 പേരെ കല്യാണം കഴിച്ചിട്ടുണ്ട്, 3 പേരും സഹോദരിമാരാണ്. ആത്മഹത്യ ചെയ്ത ആദ്യത്തെ കുട്ടി ആദ്യത്തെ ഭാര്യയിലുള്ളതാണ്, രണ്ടാമത്തെയും 3ാമത്തെ ആള് 2ാമത്തെ ഭാര്യയിലുള്ളതാണ്, 3ാമത്തെ ഭാര്യയിൽ വേറെയും മക്കളുണ്ട്. ഈ മനുഷ്യൻ 2015 അദ്ദേഹത്തിന് ഒരു ലിവിങ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നത്. ആ ലിവിങ് റിലേഷൻഷിപ്പിലെ പാർട്ണർ 2015 ഇതേപോലെ ഒരു ഫ്ലാറ്റിൽ നിന്ന് താഴെ ചാടി ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്നു. ചാടി എന്നുള്ള സംഭവമാണ്, ആത്മഹത്യയോ കൊലപാതകമോ അത് നമുക്കറിയത്തില്ല. ആത്മഹത്യ എന്ന് പറഞ്ഞാൽ എഴുതി തള്ളിയ ഒരു കേസാണ്. ഈ മനുഷ്യനൊരു ഷെയർ ബ്രോക്കറാണ്. ഇദ്ദേഹം വലിയ സമ്പന്നനൊന്നുമല്ല, മാത്രമല്ല അതീവമായ ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇനി സംഭവിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ ആ കുടുംബത്തിലെ അവസ്ഥ. ഈ കുട്ടികൾ ഇനി ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണയുടെ ആ കാലഘട്ടം മുതൽ ഇന്ന് വരെ ആ കുട്ടികൾ സ്കൂളിൽ പോയിട്ടില്ല. 5 വർഷമായിട്ട് സോഷ്യലി ഐസൊലേറ്റഡ് ആയിട്ട് ഒരു നരകം പോലെയുള്ള ഒരു വീട്ടിൽ, ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, അത് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. ആ കുട്ടികൾക്ക് യാതൊരു സോഷ്യൽ റിലേഷൻഷിപ്പും ഇല്ല. അവർക്ക് പുറം ലോകവുമായിട്ടുള്ള ഒരു വാതിൽ എന്ന് പറയുന്നത് 2 മൊബൈൽ ഫോൺ ആയിരുന്നു. ആ മൊബൈൽ ഫോണിലൂടെ അവർ കൊറിയൻ ഗെയിം കളിച്ചിട്ടുണ്ടാവാം, കൊറിയൻ സിനിമ കണ്ടിട്ടുണ്ടാവാം, വെബ് സീരീസ് കണ്ടിട്ടുണ്ടാവാം. അത് അവരുടെ ലോകമായിരുന്നു. ജോർജ് തന്നെ അവിടെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, യു ആർ ഇന്ത്യൻസ്, വി ആർ കൊറിയൻസ് എന്നവർ പറയുമായിരുന്നു. അതൊരു ദേശവിരുദ്ധതയുടെ ഒരു പാർട്ടിയിലേക്ക് വരുന്നില്ല. യഥാർത്ഥത്തിൽ അതല്ല. സത്യത്തിൽ അവർ എന്തിന്റെ പേരിലാണ് ഈ ഇന്ത്യയെ അവർ ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. ഇന്ത്യ എന്ന് പറയുന്നത് അവരുടെ വീടാണ്. അവരുടെ വീടും അപ്പനും അമ്മയും ഒക്കെ അടങ്ങുന്ന ആ ഒരു ഫാമിലി സെറ്റപ്പിനെ അവർക്ക് സ്നേഹിക്കാൻ കാരണങ്ങളില്ല. അതേ സമയത്ത് തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ആ വെർച്വൽ ലോകം കൊറിയയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആ കൊറിയൻ ലോകത്ത് കാണുന്നതെല്ലാം സുന്ദരമായ കാഴ്ചകളാണ്. അവരതിനെ അതിയായി ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ഒരു വെർച്വൽ ലോകത്തിൽ ജീവിക്കുന്ന സമയത്താണ് 6 മാസം മുമ്പ് ഈ മനുഷ്യൻ ഈ മൊബൈൽ ഫോൺ, ഇവരുടെ 2 മൊബൈൽ ഫോൺ ആയിരുന്നു കുട്ടികൾക്കുണ്ടായിരുന്നത്. അതിലൊന്ന് ബലമായിട്ട് മേടിച്ചുകൊണ്ട് പോവുക മാത്രമല്ല അത് വിൽക്കുകയും ചെയ്തു. അത് വിൽക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകാം അദ്ദേഹത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു ഉത്തരം കാണാൻ കൂടി ആയിരിക്കാം അത് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. 15 ദിവസം മുമ്പ് മറ്റൊരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നത്, അതും അവിടുന്ന് തട്ടിയെടുത്തു. ഇദ്ദേഹം വളരെ നിഷ്കളങ്കനായിട്ട് പോലീസിനോട് ചോദിക്കുന്ന കണ്ടു, എന്റെ കുഞ്ഞുങ്ങൾ എപ്പോഴും മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുന്നു, അവരത് നശിച്ചു പോകുമെന്ന് ഞാൻ ഭയപ്പെട്ടു. അവരുടെ കയ്യിൽ നിന്ന് ഞാൻ മൊബൈൽ തട്ടിപ്പറിച്ചത് ഈസ് ഇറ്റ് എ സിൻ, ഞാൻ ചെയ്തത് പാപമാണോ എന്ന് ചോദിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് അവരുടെ ലോകം തന്നെ തട്ടിത്തെറിപ്പിച്ചതായിട്ട് അവർക്ക് തോന്നിയത്. അവർ ഈ കൊറിയ ഇല്ലാത്ത, അതായത് ഈ വെർച്വൽ വേൾഡ് ഇല്ലാത്ത ഒരു ജീവിതത്തെ പറ്റി അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അവരുടെ ആ ആത്മഹത്യാക്കുറിപ്പിലും അവരുടെ മുറിയിൽ എഴുതി വെച്ചിരുന്ന ഓരോ കുറിപ്പുകളിലും അച്ഛൻ പറഞ്ഞത് അങ്ങനെ, ഐ ആം എലോൺ, വെരി 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 ബാഡ്ലി എലോൺ എന്ന് എഴുതിയിരിക്കുന്നു. എന്താണ് ഏകാന്തത. റീലില് അവരുടെ ഇതിലുണ്ട്, അവരുടെ ഈ വീടിന്റെ ഭിത്തിയിൽ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതാണ് പറയുന്നത്. അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പൊ ഈ കുട്ടികൾ കടുത്ത ഏകാന്തത അനുഭവിക്കുന്നു, അവർ കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നു. അവരുടെ വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, അവിടെ വളരെ സെൽഫിഷ് ആയിട്ടുള്ള കുറെ ആൾക്കാർ, അപ്പൻ അതങ്ങനെ, അമ്മ എന്ന് പറയുന്നു, 3 അമ്മമാരുണ്ട്. അങ്ങനെ ഒരു ഫാമിലി സെറ്റപ്പില് ആ ഒരു എസ്കേപ്പിസം വർക്ക് ചെയ്തു.
പണ്ടൊക്കെ എല്ലാം മറക്കാനായിട്ട് ചേട്ടന്മാർ കള്ളു പിടിച്ച് ബോധമില്ലാതെ നടക്കത്തില്ലായിരുന്നു. അതിന്റെ വേറൊരു വെർഷൻ എന്ന് വേണേൽ പറയാം. ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് അവർ കണ്ട ഒരു വേൾഡ്, ആ കൊറിയൻ വേൾഡ് എന്ന്, ആ വെർച്വൽ ലോകമാണ് പാവങ്ങൾ, കൊച്ചു പിള്ളേരല്ലേ, അവർക്ക് അറിയത്തില്ല, ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഒക്കെ നേരിടുന്ന ഒരു കാലം. അങ്ങനെ ഒരു സമയത്ത് ഇപ്പം എന്തുകൊണ്ട് ഈ കുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ, ആ കുട്ടികളുടെ മൊബൈൽ ഫോൺ വാങ്ങിയപ്പോഴത്തേന് സഡൻ റിയാക്ഷനിൽ അവർ പോയി ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ലളിതമായ ഒരു ഉത്തരമാണ്, അത് തെറ്റായ ഉത്തരമാണ്. ഇത് അവസാനം സംഭവിച്ച ഒരു കാര്യമാണ്. ഈ കാലഘട്ടങ്ങളിലായിട്ട്, ഇത്രയും വർഷങ്ങളിലായിട്ട് അവരുടെ മാനസിക അവർക്ക് സംഭവിച്ചിരുന്ന ഒറ്റപ്പെടലിന്റെയും മുറിവുകളുടെയും മറ്റുമെല്ലാം പശ്ചാത്തലത്തിന്റെ അവസാനം അവരെടുത്ത ഒരു ഡിസിഷനാണിത്. അവർ വേദനയോടെയാണ് എടുത്തിരിക്കുന്നത്. അവരുടെ അപ്പനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, സോറി ഡാഡി, സോറി ഡാഡ്. അമ്മയെ അഭിസംബോധന ചെയ്തതായിട്ട് കാണുന്നില്ല, അപ്പനെയാണ് പറയുന്നത്. അപ്പനാണല്ലോ അതോറിറ്റി, അപ്പനാണ് മൊബൈൽ തട്ടിപ്പറിച്ചതും, അപ്പനെയാണ് ഇവർ ധിക്കരിക്കുകയൊക്കെ ചെയ്യുന്നത്. അവരോട് അവർ ജീവിക്കാൻ ആഗ്രഹമില്ലാത്ത കുട്ടികളല്ല, അവർക്ക് ജീവിതത്തോട് ഒത്തിരി കൊതിയുള്ള കുട്ടികളാണ്. പക്ഷെ അവരുടെ ലോകം അടഞ്ഞു പോയതായിട്ട് അവർക്ക് തോന്നി, അവരുടെ ലോകം നഷ്ടപ്പെട്ടതായിട്ട് അവർക്ക് തോന്നി, മറ്റൊന്നും ചെയ്യാനില്ല എന്ന് തോന്നി അവർ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അതാണ് ഒന്നാമത്തെ കേസ് സ്റ്റഡിയിൽ നമ്മൾ കണ്ടത്. വളരെ വ്യക്തമാണ്. തീർച്ചയായിട്ടും പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കാൻ, നമുക്കറിയാം 2 ആത്മഹത്യകൾ, അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ഈ ചർച്ച സംഘടിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നൊരു കാര്യം കൂടി പ്രേക്ഷകർ തീർച്ചയായിട്ടും മനസ്സിലാക്കുക. ആ ഒരു സൊല്യൂഷനിലേക്ക് എന്താണ് ഇപ്പോൾ നേരത്തെ ബോബി സാർ സൂചിപ്പിച്ചതുപോലെ ഈ ഒറ്റപ്പെടുന്ന അനവധി കൗമാരക്കാർ, യുവജനങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. അപ്പോൾ ഇവർ ആത്മഹത്യയിലേക്ക് പോകാതിരിക്കുവാനുള്ള ഒരു സൊല്യൂഷൻ, അതാണ് ഈ 2ാം റൗണ്ടിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അച്ഛനിലേക്ക് വരികയാണ്. അച്ഛൻ, നമുക്കറിയാം നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ നമുക്ക് വളരെ മനോഹരമായിട്ട് നല്ല നല്ല റോൾ മോഡൽസ് നമ്മുടെ മുമ്പിലുണ്ട്, വായന നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. ഇന്നിപ്പോൾ റോൾ മോഡൽസ് ഇല്ല, വായനയില്ല. ഒരു റീൽസിൽ എന്താണോ പറയുന്നത് അത് ഒരു സൂപ്പർ പവർ ആയിട്ട് കാണുന്നു, അല്ലെങ്കിൽ അതിനൊരു ആയിട്ട് കാണുന്നു. വായന ഇല്ല. അപ്പോൾ എന്താണ് ഇതിന്റെ ഒരു സൊല്യൂഷൻ? നമുക്കറിയാം, ഇതുപോലെ നമ്മൾ ഓരോ കുടുംബങ്ങളിലേക്ക് പോകുമ്പോൾ ഇതുപോലെ ഒറ്റപ്പെട്ട തുരുത്തുകളിൽ ജീവിക്കുന്ന നിരവധി കുട്ടികൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. അപ്പോൾ ഈ ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയെ തടയിടാനുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണ്? ഇപ്പോൾ പുതിയ പഠനങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ പഠനങ്ങൾ കിടക്കുക. ജെൻസിയുടെ കാര്യം, ഏതാണ്ട് ഈ ബുദ്ധി കുറയുന്ന ചരിത്രത്തിലെ ആദ്യത്തെ തലമുറയായിട്ട് ജെൻസി മാറി എന്നുള്ളതാണ് ഇപ്പൊ ഈ റീസെന്റ് ആയിട്ടുള്ള പഠനങ്ങൾ തെളിയിക്കുന്നത്. 1930 മുതൽ നമുക്കറിയാം ഓരോ 10 വർഷവും IQ കൂടി വരികയായിരുന്നു. പക്ഷെ എന്നാൽ ഇപ്പൊ കണ്ടുവരുന്ന ജെൻസിക്ക് IQ കുറവാണ് എന്നുള്ളത്. അതിന് കുറെ ട്രോളും ചെയ്യുന്നുണ്ട് കുറെ പേര്. അപ്പൊ അങ്ങനെ എന്തുകൊണ്ടാണ് ആ ഒരു അവസ്ഥയിലേക്ക് വരാൻ കാരണം? അത് തീർച്ചയായിട്ടും ഈ സ്മാർട്ട് ഫോൺ, ഇപ്പൊ ഗെയിം, നമ്മളിപ്പോ പറഞ്ഞ പാട്ട്, ഇതൊരു പാർട്ട് മാത്രമാണ്. അതിൽ കൂടുതലായിട്ട് ഈ പിള്ളേര്, കുട്ടികളുടെ ഈ ഒരു അഡിക്ഷൻ തന്നെയാണ്, ഈ മൊബൈൽ ഫോണിനോടുള്ള അഡിക്ഷൻ തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ നിയന്ത്രിക്കാനായിട്ട് നമ്മുടെ വീടുകളിൽ തന്നെ, പ്രത്യേകിച്ച് നമ്മുടെ പേരൻസ്, ഒന്നാമതായിട്ട് ഇതിനൊരു ഫിക്സഡ് ടൈം നമ്മൾ ഫിക്സ് ചെയ്യണം എന്നുള്ളതാണ്. ഒരു മണിക്കൂർ, ഒരു ദിവസം. ഇത് നമുക്കറിയാം, കുട്ടി കരയുമ്പോഴേക്കും ഫോൺ അങ്ങ് എടുത്ത് കൊടുക്കുവാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ഈ പിള്ളേരെ നടക്കാൻ വേണ്ടി നമ്മൾ അന്നേരത്തെ, പ്രത്യേകിച്ച് കൊച്ചു പ്രായത്തിലെ 4 വയസ്സ് കൊച്ചു പ്രായത്തിലെ കൊടുക്കുകയാണ്. അത് നമ്മൾ തീർച്ചയായിട്ടും ഒഴിവാക്കണം. ഈ അപകടം തിരിച്ചറിഞ്ഞ് നമ്മൾ പേരൻസ് വീട്ടിൽ തന്നെ ഇത് ശ്രമിച്ചില്ലെങ്കിൽ ഭാവിയിൽ വലിയ ദൂഷ്യം ചെയ്യും. രണ്ടാമതായിട്ട് പറയാം, ഇന്ന് ഒരുപാട് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണല്ലോ. ഇപ്പൊ ഈ പേരന്റൽ കൺട്രോൾ ആപ്ലിക്കേഷൻസ് ഉണ്ട്. പിന്നെ ഈ കുട്ടി ഉപയോഗിക്കുന്ന എത്ര സമയം ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഈ പേരന്റ്സ് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുകയും, പിന്നെ അതുപോലെ ഇപ്പൊ രാത്രിയാണെങ്കിൽ പോലും വൈഫൈ അത് ലോക്ക് ചെയ്തിടുന്ന സംവിധാനങ്ങൾ. അങ്ങനെ പല രീതിയിലുള്ള ടെക്നിക്കുകളുണ്ട്. പേരന്റ്സ് കിടന്നുറങ്ങുമ്പോൾ അവർ വൈഫൈ ഉപയോഗിച്ച് രാത്രി മുറിക്കാതിരുന്നവർ ചിലപ്പോൾ ഫോൺ ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഇങ്ങനെ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഈ പിള്ളേരുടെ ഈ മൊബൈൽ ഉപയോഗത്തെ നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ നമ്മൾ ഈ പിള്ളേര് എന്തുകൊണ്ടാണ് ഈ മൊബൈൽ ഫോൺ ഇത്ര കൂടുതൽ സമയം ഉപയോഗിക്കുന്ന അഡിക്ഷൻ ആയി പോകുന്നത്? ഈ വെറുതെ ഇരിക്കുവാണ്, അല്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ല. പിള്ളേർ ഇപ്പൊ എന്നാ ചെയ്യണേ? ഇപ്പൊ ഒരു അവധി കിട്ടിക്കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വേണേ മൊബൈലിൽ ഇരിക്കും അല്ലെ? അപ്പൊ ഈ ഫ്രീ ടൈം എന്ത് ചെയ്യും? എന്താണ് ചെയ്യുന്നത് കുട്ടികൾ? അപ്പൊ ഈ സമയത്തിന്റെ വില എന്താണെന്നുള്ളത് പേരൻസ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്ത് ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത സംഗതിയാണ് ഈ ടൈം എന്നുള്ളത്. അതിന്റെ വിലയെ പറ്റി പറഞ്ഞു കൊടുക്കുക. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, പേരൻസ് തന്നെ മാതൃകയാക്കി നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർ തന്നെ അവരും ഫോൺ അഡിക്ഷൻ, അല്ലെങ്കിൽ വാട്സപ്പിലും ഫേസ്ബുക്കിലും റീൽസും കണ്ടിരിക്കുകയാണെങ്കിലോ കുട്ടികൾക്ക് ആകെ കൺഫ്യൂഷൻ ആവും. അപ്പൊ അതുകൊണ്ട് ഈ പേരൻസ് തന്നെ ഒരു മാതൃകയാണ്. അവര് കുട്ടികൾക്ക് പറയാം, ഈ ജോൺ ലോക്ക് പറയുന്ന പോലെ കുട്ടികൾ ജനിക്കുമ്പോൾ ടാബുലർ റാസയാണ്, അവരുടെ മൈൻഡ് ഒരു ബ്ലാക്ക് ബോർഡ് പോലെ ക്ലീൻ ആണ്. അതിലേക്ക് ഈ എല്ലാം ഇട്ട് കൊടുക്കുന്നത് പേരൻസ് ആണ്, നമ്മൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ. അപ്പൊ ഈ പേരൻസ് ഒരു മാതൃകയാകുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പറയുമ്പോ കുട്ടികൾ ഈ രാത്രി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാത്രിയിലുള്ള ഉപയോഗമാണ്. കഴിഞ്ഞ ദിവസം ഒരു 10ൽ പഠിക്കുന്ന കൊച്ചിനോട് പറഞ്ഞാണ്, അതായത് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് ആക്റ്റീവ് ആകുന്നത് രാത്രി 3 മണി 2 മണി സമയത്താണ്. അന്നേരമാണ് എല്ലാവരും മെസ്സേജുകൾ അയക്കുന്നത്. രാത്രി ഉറക്കമില്ല. അത് ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നത് നമുക്കറിയാം.
ഈ രാത്രി ഒരു 8 മണി കഴിച്ചിട്ട് മൊബൈലിന്റെ ഉപയോഗം കുറയ്ക്കുക. കാരണം പിള്ളേർക്ക് ഇപ്പൊ ഉറങ്ങാൻ പറ്റുന്നില്ല, കിടന്നു കഴിഞ്ഞാൽ ഉറക്കമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള ഈ സമയത്തിന്റെ കാര്യവും ഈ ഉറക്കത്തിന്റെ കാര്യവും അതിനെ തീർച്ചയായിട്ടും നമ്മൾ കൺട്രോൾ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ എൻഗേജ്ഡ് ആക്കുക എന്നുള്ളതാണ്. ഈ ഫ്രീ ടൈമിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ ഓരോരോ അവരുടെ കഴിവുകളനുസരിച്ച് ഡാൻസ് പഠിക്കാനോ പാട്ട് പഠിക്കാനോ കീബോർഡ് അങ്ങനെയുള്ള വ്യത്യസ്തമായ ടാലന്റുകളുള്ള കുട്ടികൾ അവരുടെ എൻഗേജ്ഡ് ആക്കി, കൃഷിയോട് താല്പര്യമുള്ള അങ്ങനെ എൻഗേജ്ഡ് ആക്കുക എന്നുള്ളതാണ്. ഈ ഡിജിറ്റൽ, അതുപോലെ നമുക്ക് കുട്ടികളെ മനസ്സിലാക്കി ഡിജിറ്റൽ വെൽബീങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലോ നമ്മുടെ സെറ്റിംഗ്സിൽ. അപ്പൊ അത് എത്ര സമയം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നിങ്ങനെ പല രീതിയിൽ നമുക്ക് ഇതിന്റെ ഉപയോഗത്തെ തീർച്ചയായിട്ടും കുറച്ചുകൊണ്ട് വരാനായിട്ട് സാധിക്കും, ഇങ്ങനെയുള്ള ചില മെത്തേഡുകൾ ഉപയോഗിച്ചാൽ മാത്രം. യെസ്, ഞാൻ ബോബി സാറിലേക്ക് വരികയാണ്. അങ്ങൊരു സൺഡേ സ്കൂൾ അധ്യാപകൻ കൂടിയാണ്. അതുകൊണ്ടാണ് ഞാനൊരു ക്രിസ്തീയ പശ്ചാത്തലത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നത്. നമുക്കറിയാം ഈ കൊറിയൻ സിനിമയോട്, കൊറിയൻ സൂപ്പർ സ്റ്റാർസിനോട്, അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ കൊറിയൻ നടന്മാരോട് ഒക്കെ ഇങ്ങനെ അഡിക്റ്റഡ് ആയി മാറുന്നു. എന്തുകൊണ്ടാണ് നമുക്കറിയാം ഒരു ജീസസ് അഡിക്ഷനിലേക്ക് നമ്മുടെ വളർന്നു വരുന്ന ക്രൈസ്തവ തലമുറയെ നമുക്ക് നയിക്കുവാൻ ആ മേഖലയിൽ ഒരു പരാജയം നാം നേരിടുന്നു. ലോകത്തിന്റെ കണ്ണിലൂടെ, ഒരു സെക്കുലർ വേൾഡിലൂടെ നോക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള തിന്മയുടെ കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് അവരിങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ ഒരു 1/3 പോലും മനോഹാരിതയിൽ ക്രിസ്തുവിന്റെ സന്ദേശം, സുവിശേഷത്തിന്റെ സന്ദേശം, ക്രിസ്തുവിന്റെ ക്രിസ്തു മതത്തിന്റെ ആ മഹത്വം ഒന്നും നമുക്ക് പലപ്പോഴും പങ്കുവയ്ക്കുവാൻ, തലമുറയിലേക്ക് പകർന്നു കൊടുക്കുവാൻ നമ്മൾ പരാജയപ്പെടുന്നുണ്ടോ? എന്താണ് ആ ഒരു വിഷയത്തെക്കുറിച്ചുള്ള അങ്ങയുടെ ഒരു നിരീക്ഷണം? അല്ല, ഈ കുട്ടികൾക്ക് നമുക്ക് ഈശോയോട് ഇഷ്ടമില്ലെന്നോ അല്ലെങ്കിൽ ദൈവഭക്തി ഇല്ലെന്നോ അവർ പള്ളിയിലും അമ്പലത്തിലും പോകാത്തവരാണെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ചെറുപ്പകാലം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മൾ പള്ളിയിൽ പോകുന്നു, കുമ്പസാരിക്കുന്നു, കുദാശകളൊക്കെ സ്വീകരിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ഈ പറയുന്ന കണക്ക് നമ്മൾ സിനിമ കാണാൻ ഇഷ്ടപ്പെടാറുണ്ട്. നമുക്ക് അന്ന് സിനിമ അല്ലെങ്കിൽ ഇതുപോലെ ദൃശ്യമാധ്യമങ്ങൾക്ക് വളരെ പരിമിതിയായിരുന്നു. ജോർജ് നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു മമ്മൂട്ടി, മോഹൻലാലും പ്രേം നസീറും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ അവരെ കാണുകയും ഇഷ്ടപ്പെടുകയും അവരെ അനുകരിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികൾ കുറച്ചും കൂടെ വലിയൊരു ക്യാൻവാസിൽ, ഒരു ഇന്റർനാഷണൽ ക്യാൻവാസ് അവർക്ക് തുറന്നു കിട്ടിയിട്ടുണ്ട്. അവർക്ക് ഈ ചെറിയ സ്ക്രീൻ ഒന്നും അല്ല, അവർക്ക് ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാം. അവർക്ക് ഇഷ്ടപ്പെട്ടത് ചൂസ് ചെയ്യാം. അത് കാണാനും കേൾക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. ആ ഒരു വ്യത്യാസമേ അവിടെ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, നമുക്കറിയാം ഈ ഒരു സൺഡേ കാറ്റഗിസം സാറ് നേരത്തെ സൂചിപ്പിച്ചു. തീർച്ചയായിട്ടും അവർ പള്ളിയിൽ പോകാത്ത കുട്ടികളല്ല, ഒരു ആത്മീയമായിട്ട് ബന്ധമില്ലാത്ത കുട്ടികളല്ല. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ഈ ഒരു മതപഠനത്തിന്, പ്രത്യേകിച്ച് ഞാൻ ക്രിസ്തീയ പശ്ചാത്തലത്തിൽ തന്നെയാണ് ചോദിക്കുന്നത്, നമ്മുടെ സൺഡേ സ്കൂളിലെ നമ്മുടെ ഒരു പരിശീലനത്തിനൊക്കെ ഒരു വിഷയം മാത്രമല്ല, നമുക്ക് ഈ ക്രിസ്തീയ മൂല്യങ്ങളിൽ കുറെ കൂടി ആഴത്തിൽ വേരുറപ്പിക്കുക, അപ്ഡേറ്റഡ് ആയിട്ട്. നമുക്കറിയാം ഇപ്പോൾ നമ്മൾ നടത്തുന്ന ചർച്ചകൾ എത്ര ജെന്നിസെഡ് തലമുറയിൽപ്പെട്ടവർ കാണുന്നുണ്ടെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഈ സൺഡേ സ്കൂൾ അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങൾ നമുക്ക് കിട്ടുന്ന ഒരു സ്കോപ്പ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ലോകത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള തിന്മകൾ അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ, അതൊക്കെ നമുക്ക് കൊടുക്കാൻ വലിയൊരു സ്കോപ്പ് നമ്മുടെ മുമ്പിലില്ല, പ്രത്യേകിച്ച് നമ്മുടെ സൺഡേ സ്കൂൾ കുട്ടികളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ചിന്തിച്ചു നോക്കുമ്പോൾ. തീർച്ചയായിട്ടും ഉണ്ട്, ആ ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമുക്കറിയാം ഈ സൺഡേ സ്കൂൾ എന്ന് പറയുന്നത് ഈ കുട്ടികളുടെ മൂല്യ വളർച്ചയിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ടെങ്കിലും അത് ഒരു പാർട്ട് മാത്രമാണ്. യഥാർത്ഥത്തിൽ ഒരു കുട്ടിയുടെ യഥാർത്ഥ വികസനം നടക്കുന്നത് എവിടെയൊക്കെയാണ്? വീടുകളിൽ നടക്കണം, അത് സമൂഹത്തിൽ നടക്കണം, സ്കൂളുകളിൽ നടക്കണം, സൺഡേ സ്കൂളിൽ നടക്കണം. സൺഡേ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരാഴ്ചയിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറാണ് ഈ കുട്ടികളെ നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. ആ സമയത്ത് നമ്മൾ ഇവർക്ക് ആവശ്യമായിട്ടുള്ള പ്രോത്സാഹനങ്ങൾ കൊടുക്കുകയും ഇവർക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കുകയും മൂല്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിലെ ഒരു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുട്ടികൾ ഈ ഭൂരിപക്ഷ സമയവും ഇവർ ജീവിക്കുന്നത് ഈ ലോകത്തിലാണ്, വീട്ടിലും സ്കൂളിലും ഒക്കെ ആയിട്ടാണ്. അപ്പം അവിടെയും നമുക്ക് ഈ രീതിയിലുള്ള ഒരു കാറ്റഗിസം, വീട്ടിലെ കാറ്റഗിസം എന്ന് പറയുന്നത് മാതൃകയാണ്. മുമ്പ് ഞാൻ പറഞ്ഞ കണക്ക് ഗാസിയാബാദില് ആ വീട്ടിൽ താമസിച്ച കുട്ടികൾക്ക് അവിടെ മാതൃകയല്ലെന്നല്ല, ദുർമാതൃകയായിരുന്നു. അവരുടെ ജീവിതം അവിടെ ദുസ്സഹമാവുകയായിരുന്നു. അത് നമ്മുടെ ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കിയതാണ്, അത് കണ്ടു. ഇനി സ്കൂളുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ സ്കൂളിലെ ഇപ്പം പുതിയ അവകാശ നിയമങ്ങൾ, ബാലാവകാശ നിയമങ്ങളെ പറ്റി പഠിപ്പിക്കാൻ വരുന്ന ആൾക്കാരുണ്ട്. എൻ്റെ ഒരു അധ്യാപക സുഹൃത്ത് ഇടയ്ക്ക് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇവര് ബാലാവകാശ നിയമത്തെ പറ്റി കുട്ടികളെ ബോധവാന്മാരാക്കുന്ന സമയത്ത് ഈ സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ പ്രണയത്തെ കുറിച്ചോ ഒക്കെ സംസാരിക്കുന്ന സമയം അവര് പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയാണ്. അതായത് ഈ പ്രായത്തിൽ നിങ്ങൾക്ക്, കുട്ടികളോടാ പറയുന്നതെന്ന് ഓർക്കണം, സ്കൂൾ കുട്ടികളോട്, 10ാം ക്ലാസ്സിന് താഴെയുള്ള കുട്ടികളോട്, ഈ പ്രായത്തിൽ നിങ്ങൾക്ക് പ്രണയമൊക്കെ തോന്നും, അത് സ്വാഭാവികമാണ്. അങ്ങനെ തോന്നിയില്ലെങ്കിലാണ് കുഴപ്പം. അപ്പൊ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, രണ്ടാമത് പറഞ്ഞ അത് കറക്റ്റ് അല്ല. അതായത് ആ പ്രായത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെയല്ല ഈ ഹോർമോണിന്റെ ബാലൻസും കാര്യങ്ങളും എല്ലാം വളർന്നു വരുന്നത്.
ആ പ്രായത്തിൽ ചിലപ്പോൾ നമുക്ക് പ്രണയം തോന്നാതിരിക്കാം. ഇത് രണ്ടും നോർമൽ ആണെന്നാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഒരു പോയിന്റ് എന്താന്ന് വെച്ചാൽ, ഈ കുട്ടികളെ നമ്മൾ ശക്തിപ്പെടുത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ പോലും അവരെ പലപ്പോഴും ദുർബലപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ അവർക്ക് ദുർമാതൃക പറഞ്ഞു കൊടുക്കുന്നതോ ആയിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് വരുന്നുണ്ട്. നമുക്ക് ഈ സംവിധാനങ്ങളെല്ലാം, സൺഡേ സ്കൂൾ മാത്രമല്ല, നമ്മുടെ കുടുംബം, സ്കൂളിലെ സംവിധാനങ്ങൾ, സൺഡേ സ്കൂള് എല്ലാം നമുക്ക് ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ. തീർച്ചയായും വളരെ വ്യക്തമാണ്. അടിയന്തര പ്രാധാന്യത്തോടുകൂടി തന്നെ പൊതുസമൂഹം ഇടപെടേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ അഡിക്ഷൻ. നമ്മൾ ഈ ചർച്ച ചെയ്ത ഈ കൊറിയൻ അഡിക്ഷനൊക്കെ അടിയന്തര പ്രാധാന്യത്തോടെ ഗൗരവത്തോടെ ഈ വിഷയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറ നമ്മുടെ കയ്യിൽ നിന്ന് പോകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനാൽ തന്നെ ഇതിനെതിരെയുള്ള ശക്തമായിട്ടുള്ള ഒരു നടപടികളാണ് നമ്മൾ ചെയ്യേണ്ടത്. വായന വളർത്തുക, കൃത്യമായിട്ടുള്ള ധാർമ്മിക മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ടുള്ള അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കൃത്യമായിട്ടുള്ള പരിശീലനം നാം കൊടുക്കുക. നല്ല നല്ല റോൾ മോഡൽസിനെ നമ്മൾ കാണിച്ചു കൊടുക്കുക. എങ്കിൽ മാത്രമേ നല്ലൊരു ആരോഗ്യകരമായിട്ട് വളരുന്ന, മാനസികമായും ശാരീരികമായും വളരുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇന്ന് ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഫാദർ ജോസഫ്, ഒപ്പം തന്നെ ശ്രീ ബോബി തോമസ്, രണ്ടുപേർക്കും നന്ദി.